അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ, ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഞങ്ങൾ ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഏറെ സങ്കടത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, മക്കളുടെ മരണവാർത്ത തന്നെ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ മൗനത്തിലായി പോയത്. ഈ അടുത്ത് നടന്ന നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തിയ ആ ഒരു ദാരുണമായ സംഭവം, അബുദാബിയിലും മദീനയിൽ വെച്ചുമുണ്ടായ വാഹനാപകടം, അതിലൂടെ ഇല്ലാതായത് മക്കളടക്കമുള്ള ഒരു കുടുംബം. മക്കളുടെ ജനാസയിൽ പങ്കെടുക്കാനെത്തിയ ആ ഉപ്പയുടെ അവസ്ഥ, യാ റബ്ബേ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു മൗനം എല്ലാം പടച്ചറബിലേക്ക് എന്ന നിലയിൽ ആ മാതാപിതാക്കളുടെ മനസ്സ് പടച്ചറബ് കാക്കുമാറാകട്ടെ. ഒരുപാട് മാതാപിതാക്കളുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ്. മക്കളുടെ മരണം സഹിക്കാൻ പറ്റാതെ ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾ കണ്ടതാണ്. പടച്ചറബേ, ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണമേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊന്നോമന മക്കൾ, നമ്മൾ സ്നേഹിച്ച് ലാളിച്ച മക്കൾ അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോവുകയാണ്. ശ്രദ്ധിക്കുക, 5 നേരവും പടച്ചറബിനോട് മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി തേടുക. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി തേടുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ഇന്നും എനിക്ക് നിങ്ങളെ ഏറെ വേദനയോടെ അറിയിക്കാനുള്ളത് ഈ ഒരു 7 വയസ്സുകാരൻ്റെ മരണമാണ്. ചില മരണങ്ങൾ നമ്മൾ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് ആശങ്കപ്പെടാറുണ്ട്. ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെന്നും വേദനയിലാണ്. മനസാക്ഷിയുള്ള ഒരാൾക്കും ഇതൊന്നും സഹിക്കാൻ പോലും പറ്റില്ല. ആ ഒരു അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്കും. ഈ ഒരു പൊന്നുമോൻ്റെ മരണവും അബദ്ധത്തിൽ ഉണ്ടായതാണ്. വീട് പണിക്കായി എത്തിച്ച ജനൽപ്പാളി അബദ്ധത്തിൽ ഈ ഒരു പൊന്നുമോൻ്റെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീണു പോയതാണ്. അടൂരിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഈ ഒരു ദാരുണമായ മരണമുണ്ടായത്. അടൂർ ഏഴാംകുളം അറുകാലിക്കൽ കുമാറിൻ്റെയും ആര്യയുടെയും മകൻ ധ്രുപദ് ധനുജാണ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത്. 7 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഓമല്ലൂർ KVയിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി. ഇന്ന് രാവിലെ ആയിരുന്നു അതിദാരുണമായ ഈ ഒരു സംഭവം ഉണ്ടായത്. വീട് പണിക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന ജനൽ കട്ടളയാണ് അബദ്ധത്തിൽ ഈ പൊന്നുമോൻ്റെ ശരീരത്തിലേക്ക് വീണു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, തലക്കായിരുന്നു വീഴ്ചയിൽ പരിക്ക് പറ്റിയത്. ഉടനെ തന്നെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ പൊന്നുമോന് മരണത്തിന് കീഴടങ്ങി. ആശുപത്രിയിലെ തുടർ നടപടികൾക്ക് ശേഷം വൈകിട്ടോടെ ആ പൊന്നുമോൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. വല്ലാത്തൊരു ദയനീയ വാർത്തയായിരുന്നു ഈ അടുത്തായിട്ട് നമുക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പടച്ചറബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ അബദ്ധത്തിൽ നിന്നും അപകടത്തിൽ നിന്നും കാക്കണമേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, നാളെ സ്വർഗത്തിൽ ആ മക്കളുടെ കൂടെ ആ മാതാപിതാക്കളെയും നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് നീ തന്നെ കാക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണമേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.